Hi friends, ഇന്നത്തെ വീഡിയോയിൽ പലതരത്തിലുള്ള ട്രാൻസിസ്റ്ററുകളെ കുറിച്ചും അതിന്റെ ഫംഗ്ഷൻ, കൺസ്ട്രക്ഷൻ ആൻഡ് ഓപ്പറേഷനെ കുറിച്ചും ഒന്ന് ശ്രദ്ധിക്കാം. ട്രാൻസിസ്റ്റർ എന്ന് പറയുന്ന ഒരു ഭാഗം ഇത് വളരെ ചെറിയ ഒരു സംഭവമല്ല. ഇത് ഒരുപാട് ഇലാബറേറ്റ് ചെയ്ത് പഠിക്കേണ്ട ഒരു കാര്യമാണ്. എന്നിരുന്നാലും അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്താണ് ട്രാൻസിസ്റ്റർ? ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് ഒരു സോളിഡ് സ്റ്റേറ്റ് സെമി കണ്ടക്ടർ ഡിവൈസ് ആണ്. സോളിഡ് സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിനകത്ത് വേറെ മെക്കാനിക്കൽ മൂവ്മെന്റുകളൊന്നുമില്ല. ഓക്കെ, സെമി കണ്ടക്ടർ എന്താണെന്നും അതിന്റെ ഫംഗ്ഷൻ എന്താണെന്നും അതല്ലെങ്കിൽ ആ മെറ്റീരിയലിന്റെ പ്രത്യേകത എന്താണെന്നും നമ്മൾ വേറൊരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണുന്നത് ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് നിങ്ങളെ സഹായിക്കും. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിനകത്ത് കൊടുക്കാം, അതൊന്ന് കാണാനായിട്ട് ശ്രമിക്കാം. ട്രാൻസിസ്റ്ററുകൾ നമുക്ക് റിലേയുടെ പോലെ തന്നെ അല്ലെങ്കിൽ അതേ ഫംഗ്ഷനോട് കൂടി ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ആണ്. അതായത് ഒരു ലോ കറണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഹൈ കറണ്ടിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ആണ് ട്രാൻസിസ്റ്റർ. ട്രാൻസിസ്റ്ററിന്റെ ഗുണം എന്ന് പറയുന്നത് ഇതിനകത്ത് ഇത് സോളിഡ് സ്റ്റേറ്റ് ആയതുകൊണ്ടും അതിനകത്ത് ഒരു മെക്കാനിക്കൽ മൂവ്മെന്റ് ഇല്ലാത്തത് കൊണ്ടും ഇതിന് റിലയബിലിറ്റി കൂടുതലാണ്. അതുപോലെ തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് സ്വിച്ച് ചെയ്യാനുള്ള ഒരു കഴിവ് ഈ ട്രാൻസിസ്റ്ററുകൾക്ക് ഉണ്ട്. പക്ഷെ ഇതിന് മറ്റൊരു ഗുണം എന്ന് പറയുന്നത് റിലേ വെറും ഒരു സ്വിച്ച് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ട്രാൻസിസ്റ്ററിന് ഒരു ആംപ്ലിഫയർ ആയിട്ടും ഉപയോഗിക്കാം. അതായത് ഒരു സ്വിച്ച് ആയിട്ടും അതേസമയം ഒരു ആംപ്ലിഫയർ ആയിട്ടും ട്രാൻസിസ്റ്ററിനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. റിലേയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കോസ്റ്റ് കൂടുതലാണ്, പക്ഷേ വളരെ റിലയബിലിറ്റി കൂടുതലായതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ വരുന്ന ഇലക്ട്രോണിക്സ് ഡിവൈസസ് എല്ലാം ഒരുപാട് ട്രാൻസിസ്റ്ററുകൾ ഉപയോഗിക്കുന്നുണ്ട്. എന്നിരുന്നാലും റിലേകൾ ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കാനുള്ള കാരണം എവിടെയൊക്കെ ഫിസിക്കൽ ഐസൊലേഷൻ ആവശ്യമാണ്, അതായത് നമുക്ക് ഫിസിക്കലി റിമൂവ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്ന സ്ഥലങ്ങളിൽ, സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ റിലേകൾ ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ റിലേകളുടെ സ്വിച്ചായിട്ട്, റിലേ കൺട്രോൾ ചെയ്യാൻ ആവശ്യമായ സ്വിച്ചായിട്ട് ഈ സീവുകളിലെല്ലാം ഉപയോഗിക്കുന്നത് ട്രാൻസിസ്റ്ററുകൾ തന്നെയാണ്. ഇനി ട്രാൻസിസ്റ്ററുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ചെറിയൊരു സബ്ജക്റ്റ്, വളരെ വലിയൊരു സബ്ജക്റ്റ് ആണ്. ട്രാൻസിസ്റ്ററുകൾ ഏതൊക്കെ തരത്തിലുള്ള ട്രാൻസിസ്റ്ററുകൾ ഉണ്ടെന്ന് നോക്കാം. മെയിൻ ആയിട്ട് ട്രാൻസിസ്റ്ററുകൾ നമുക്ക് രണ്ടായിട്ട് തിരിക്കുകയാണെങ്കിൽ BJT ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ എന്നും അടുത്തത് UJT യൂണിപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ എന്നും പറയും. അതായത് ബൈപോളാർ എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ട് തരം ചാർജ് കാരിയറുകൾ ഉപയോഗിച്ച് അതിന് അകത്ത് കറണ്ടിന്റെ ഫ്ലോ നടക്കും. അതായത് ഒരു നേരത്തെ പറഞ്ഞ സെമി കണ്ടക്ടർ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം, ഹോളും ചാർജ് കാരിയറായിട്ട് വർക്ക് ചെയ്യും, അതുപോലെ തന്നെ ഇലക്ട്രോണുകളും ചാർജ് കാരിയറായിട്ട് വർക്ക് ചെയ്യും. എന്നാൽ UJTയിൽ ഇതൊന്നും മാത്രമേ ഉള്ളൂ. ഇനി ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ആണ് നമ്മൾ വളരെ നോർമൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ട്രാൻസിസ്റ്റർ ആണ്, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ട്രാൻസിസ്റ്റർ ആണ്. അത് തന്നെ രണ്ട് തരത്തിലുള്ള ബൈപോളാർ ട്രാൻസിസ്റ്ററാണത്. ഒന്നിനെ NPN ട്രാൻസിസ്റ്റർ എന്നും PNP ട്രാൻസിസ്റ്റർ എന്നും പറയാം. ഇനി ഈ UJT ട്രാൻസിസ്റ്ററുകൾ വീണ്ടും ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് FET അല്ലെങ്കിൽ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ. ഈ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ട്രാൻസിസ്റ്റർ ആണ് MOSFET എന്ന് പറയുന്നത്. അതായത് മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ എന്നാണ് ഈ MOSFETന്റെ ഫുൾ ഫോം. മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ എന്ന്. ഇനി അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന മറ്റൊരു ട്രാൻസിസ്റ്റർ ആണ് IGBT എന്ന് പറയുന്നത്, ഇന്റഗ്രേറ്റഡ് ഗേറ്റ് ബൈപോളാർ ട്രാൻസിസ്റ്റർ. ഈ രണ്ട് ട്രാൻസിസ്റ്ററുകളും ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഹൈ പവർ സ്വിച്ചിങ്ങിന് വേണ്ടിയിട്ടാണ്. ആ ഹൈ പവർ സ്വിച്ചിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ആയതുകൊണ്ട് തന്നെ ഹൈ വോൾട്ടേജ് സർക്യൂട്ടുകളാണ് കോമൺ ആയിട്ട് ഇത് ഉപയോഗിക്കുന്നത്. അതിനാൽ നിങ്ങൾക്ക് IGBT പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഹൈബ്രിഡ് വാഹനങ്ങളിലും ഇലക്ട്രിക് വാഹനങ്ങളിലും ഒക്കെ ഒരുപാട് ഉപയോഗിക്കുന്നത്. കാരണം വളരെ ഹൈ കറണ്ട്, ഹൈ വോൾട്ടേജ് സ്വിച്ചിങ് ചെയ്യാൻ കഴിവുള്ള ട്രാൻസിസ്റ്ററുകളാണ് IGBT എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പുതിയതായിട്ട് വരുന്ന വാഹനങ്ങൾ, ഇലക്ട്രിക് ഹൈബ്രിഡ് വാഹനങ്ങളിൽ ഇത് കാണാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് പഠിക്കാൻ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കാനായിട്ടുണ്ട്. MOSFET നമ്മുടെ സാധാരണ ഈവൻ ECU യൂണിറ്റുകളിലെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ഹൈ ഇന്റൻസിറ്റി ഡിസ്ചാർജ് ഹെഡ് ലാമ്പുകൾ മുതലായ ഹൈ വോൾട്ടേജ് സർക്യൂട്ടുകളിലൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് കാണാം. അതുപോലെ ഇഗ്നീഷൻ സർക്യൂട്ടുകളിലൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം MOSFETന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിനെ നമുക്കൊരു ഹീറ്റ് സിങ്ക് പോർഷൻ ഉണ്ട്. അതായത് ഹൈ വോൾട്ടേജ് സ്വിച്ചിങ് ആയതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ചൂടാവുന്നു. അപ്പം ഹീറ്റിന് റിമൂവ് ചെയ്യാൻ ആവശ്യമായ ഹീറ്റ് സിങ്കും കാര്യങ്ങളൊക്കെ അതിന് ആവശ്യമാണ്.
ഇനി നമുക്ക് ഈ വീഡിയോയിൽ നമ്മൾ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ BJT ട്രാൻസിസ്റ്ററുകളാണ്. കാരണം ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്ന ട്രാൻസിസ്റ്ററുകൾ. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ രണ്ട് തരം ട്രാൻസിസ്റ്ററുകളാണ്, NPN ഉം PNP. ഇത് എന്താണെന്ന് നോക്കാം. NPN ഉദ്ദേശിക്കുന്നത് രണ്ട് N ടൈപ്പ് സെമി കണ്ടക്ടറുകൾക്ക് നടുവിൽ ഒരു P ടൈപ്പ് സെമി കണ്ടക്ടർ കൂടി യോജിപ്പിച്ചിരിക്കുന്ന തരം ട്രാൻസിസ്റ്ററുകളാണ് NPN ട്രാൻസിസ്റ്റർ. അതല്ലെങ്കിൽ നമുക്ക് പറയാം രണ്ട് ഡയോഡുകൾ കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുന്നു. കാരണം ഡയോഡ് എന്ന് പറയുന്നതാണ് ഒരു PN ജംഗ്ഷൻ ആണ്. ഇവിടെ രണ്ട് PN ജംഗ്ഷൻ ആണ്, ബൈപോളാർ രണ്ട് PN ജംഗ്ഷൻ ആണ് ഇതിനകത്തുള്ളത്. പക്ഷെ പ്രത്യേകം എന്താണ്, രണ്ട് നെഗറ്റീവ് സെമി കണ്ടക്ടറുകൾ നടുവിൽ ഒരു പോസിറ്റീവ് സെമി കണ്ടക്ടർ. അതേസമയം PNPയെ രണ്ട് പോസിറ്റീവ് സെമി കണ്ടക്ടർക്ക് നടുവിൽ ഒരു നെഗറ്റീവ് സെമി കണ്ടക്ടർ ആണ് വെച്ചിരിക്കുന്നത്. ഇനി ഈ ട്രാൻസിസ്റ്ററുകൾക്കെല്ലാം 3 ടെർമിനലുകളാണ് ഉള്ളത്. ആ ടെർമിനലിൽ പറയുന്ന പേര് ബേസ്, എമിറ്റർ ആൻഡ് കളക്ടർ. അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഓരോ ടെർമിനലിന്റെ പേര് പറയുന്നത് ബേസ്, കളക്ടർ ആൻഡ് എമിറ്റർ. പക്ഷെ ഇതിന്റെ സിംബലുകൾ തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് ശ്രദ്ധിക്കാം. NPN ട്രാൻസിസ്റ്റർ ആണെങ്കിൽ ഇതാണ് ട്രാൻസിസ്റ്ററിന്റെ സിംബൽ. പക്ഷെ ഈ ആരോ മാർക്ക് പുറത്തേക്കാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആരോ മാർക്ക് പുറത്തേക്കാണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ അത് NPN ട്രാൻസിസ്റ്ററും, ആരോ മാർക്ക് അകത്തേക്കാണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ അത് PNP ട്രാൻസിസ്റ്ററുമാണ്. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, ഈ ആരോ മാർക്ക് ഉദ്ദേശിക്കുന്നത് കറണ്ടിന്റെ ഫ്ലോയുടെ ഡയറക്ഷൻ ആണ്. അതായത് ഇവിടെ കറണ്ടിന്റെ ഡയറക്ഷൻ താഴേക്ക് ഇങ്ങനെയാണ് ഡയറക്ഷൻ, പുറത്തേക്ക് പോകുന്ന രീതിയിലാണെങ്കിൽ ഇവിടെ കറണ്ടിന്റെ ഡയറക്ഷൻ ഉള്ളിലേക്ക് വരുന്ന രീതിയിലാണ്. അത് നമുക്ക് ഇതിന്റെ ഫംഗ്ഷൻ ഒരു സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന രീതിയിൽ മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എന്താണ് ഇങ്ങനെ ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിനകത്ത് ഒഴുകുന്ന കറണ്ട്, വോൾട്ടേജ് ഡ്രോപ്പുകളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ഒരുപാട് തരത്തിലുള്ള കാൽക്കുലേഷനുകൾ ഉണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ്. പക്ഷെ അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും ഇപ്പോൾ തൽക്കാലം പോകുന്നില്ല. ഇനി നമുക്ക് ഇതിന്റെ ഫംഗ്ഷൻ നോക്കാം, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഈ ട്രാൻസിസ്റ്റർ ഇപ്പം ഇത് NPN ആണെന്ന് പറഞ്ഞു, അതായത് നെഗറ്റീവ് സൈഡിലാണ് NPN ട്രാൻസിസ്റ്റർ. ഏതൊരു സർക്യൂട്ടിന്റെ ആണെങ്കിലും നെഗറ്റീവ് സൈഡിലാണ്, അതായത് ലോഡിന് ശേഷമാണ് നമ്മൾ NPN ട്രാൻസിസ്റ്റർ ഉപയോഗിക്കുന്നത്. അതായത് കൺട്രോൾ ചെയ്യുന്ന നെഗറ്റീവ് സൈഡിനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. അതേസമയം PNP നമ്മൾ അത് ലോഡിന് മുൻപായിരിക്കും, പോസിറ്റീവ് സൈഡിലായിരിക്കും ആ ട്രാൻസിസ്റ്റർ ഉണ്ടായിരിക്കും. ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് NPN ട്രാൻസിസ്റ്റർ തന്നെയാണ്. അപ്പം ഇതൊരു സ്വിച്ച് ആയിട്ട് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് ആദ്യം നോക്കാം. സ്വിച്ച് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഇപ്പൊ നമ്മൾ ഇതിനകത്തേക്ക് ഞാനിവിടെ ഒരു സർക്യൂട്ട് വരയ്ക്കാം. അപ്പോൾ നമുക്ക് NPN ട്രാൻസിസ്റ്ററിന്റെ ഓപ്പറേഷൻ ശ്രദ്ധിക്കാം. ഇവിടെ ഒരു ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ഒരു സർക്യൂട്ട് വരച്ചിട്ടുണ്ട്. ട്രാൻസിസ്റ്റർ സ്വിച്ച് ആയിട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. NPN ട്രാൻസിസ്റ്റർ നേരത്തെ പറഞ്ഞു ലോഡിന് ശേഷമാണ് ഉണ്ടാവുക, കാരണം അത് നെഗറ്റീവ് സൈഡിലാണ് കൺട്രോൾ ചെയ്യുന്നത്. NPN. അപ്പോൾ 3 ടെർമിനലുകൾ, ബേസ്, കളക്ടർ ആൻഡ് എമിറ്റർ. ഇതിന്റെ ബേസ് ആണ് ഈ NPNൽ ബേസ് എന്ന് പറയുന്നത് P ആണ്, അതായത് പോസിറ്റീവ് ആണ്. അതായത് ഇത് സ്വിച്ച് ആയിട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത്, ഇപ്പൊ നമുക്ക് നോക്കി കാണാം, ഈ 12 വോൾട്ടേജ് സപ്ലൈ ഈ ലാമ്പിലൂടെ കയറി ഇവിടെ വരെ വന്ന് നിൽക്കും. പക്ഷേ ഈ കളക്ടറും എമിറ്ററും തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ലാത്തത് കൊണ്ട് ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ആവില്ല. അപ്പോൾ നമുക്ക് ഇത് സ്വിച്ച് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കണം, ഈ കളക്ടറിനെയും എമിറ്ററിനെയും തമ്മിൽ ബന്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഫംഗ്ഷൻ. അപ്പം അങ്ങനെ സംഭവിക്കണമെങ്കിൽ എന്ത് വേണം, ഈ ബേസിലൂടെ ഒരു ചെറിയ കറണ്ട്, വളരെ ചെറിയ കറണ്ട് ഒഴുകണം. അതായത് ഈ ട്രാൻസിസ്റ്ററുകൾ കറണ്ട് കൺട്രോൾഡ് ആണ്. നേരത്തെ പറഞ്ഞ മോസ്ഫെറ്റ് അല്ലെങ്കിൽ FET ടൈപ്പ് ട്രാൻസിസ്റ്ററുകളെല്ലാം വോൾട്ടേജ് കൺട്രോൾഡ് ആയിട്ടുള്ള ട്രാൻസിസ്റ്ററുകളാണ്. പക്ഷെ ഈ ബൈപോളാർ ട്രാൻസിസ്റ്ററുകൾ കറണ്ട് കൺട്രോൾഡ് ആണ്. പക്ഷെ ഇവിടെ ഒഴുകുന്ന കറണ്ട് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ കറണ്ട് ആവശ്യമുള്ളൂ, വളരെ തുച്ഛമായ കറണ്ട് ആവശ്യമുള്ളൂ. ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എമിറ്ററിനേക്കാളും 0.7 വോൾട്ടേജ് ബേസിൽ വന്നു കഴിഞ്ഞാൽ ഈ ബേസിൽ നിന്ന് എമിറ്ററിലേക്ക് ഒരു കറണ്ട് ഒഴുകും. അതാണ് ഇതിന്റെ ഫംഗ്ഷൻ. ഇനി ഈ ബേസിലേക്ക് കൊടുക്കുന്ന വോൾട്ടേജ് നമ്മളൊരു സ്വിച്ച് വഴി കൺട്രോൾ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ഹൈ കറണ്ട് ആവശ്യമില്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, 12 വോൾട്ടേജ് ബാറ്ററി ആയതുകൊണ്ട് ഇവിടേക്ക് വരുന്ന കറണ്ടിന്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും, ഒരു റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ റെസിസ്റ്റൻസിലൂടെയാണ് കടന്നു വരുന്നത്. അപ്പോൾ ഈ കടന്നു വരുന്ന ബേസിലേക്ക് വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് വെറും 0.7 വോൾട്ടേജിന് മുകളിലുള്ള വോൾട്ടേജ് ഉണ്ടെങ്കിൽ തന്നെ ഇതിന് സ്വിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഒരു വളരെ തുച്ഛമായ കറണ്ട്, വളരെ ചെറിയ കറണ്ട് ഈ ബേസിലേക്ക് കൊടുക്കുന്നതിന് ഫലമായിട്ട് ഈ ബേസിലൂടെ വരുന്ന കറണ്ട് എമിറ്ററിലൂടെ ഗ്രൗണ്ട് ആവും. അങ്ങനെ കറണ്ട് ഒഴുകുന്ന സമയത്ത്, ഈ ബേസിലൂടെ കറണ്ട് ഒഴുകുന്ന സമയത്ത് കളക്ടറും എമിറ്ററും തമ്മിൽ സ്വിച്ചിങ് സംഭവിക്കുകയും
അതിന്റെ ഫലമായിട്ട് ഇവിടെ നിൽക്കുന്ന 12 വോൾട്ടേജ് ഇതിലൂടെ വന്ന് ഗ്രൗണ്ട് ആവുകയും ചെയ്യും. അങ്ങനെ ഈ ലാമ്പ് വർക്ക് ചെയ്യും. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു യാതൊരു വിധത്തിലുള്ള മെക്കാനിക്കൽ മൂവ്മെന്റും ഇല്ല. ഇതിനകത്ത് ആകെ സംഭവിക്കുന്ന സെമി കണ്ടക്ടർ ഡിവൈസുകൾക്കുള്ളിൽ സംഭവിക്കുന്ന ഇലക്ട്രോണുകളുടെ ഫ്ലോ ആണ്. ഈ ഇലക്ട്രോണുകളുടെ ഫ്ലോ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് എന്താണ് ആവശ്യം? NPN ട്രാൻസിസ്റ്ററിൽ ബേസിലേക്ക് ഒരു പോസിറ്റീവ് വോൾട്ടേജ് സപ്ലൈ കൊടുക്കണം. പക്ഷെ ഈ വോൾട്ടേജ് എന്ന് പറയുന്നത് വളരെ വലിയ വോൾട്ടേജ് ആവശ്യമില്ല. കൂടുതൽ വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഹീറ്റ് ആവുകയും ഓവർ ഹീറ്റ് ആവുകയും അത് ട്രാൻസിസ്റ്റർ ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്? ബേസിലേക്ക് ഒരു 0.7 വോൾട്ടേജ്, എമിറ്റർ വോൾട്ടേജിനേക്കാളും 0.7 വോൾട്ടേജ് കൂടുതലുണ്ടെങ്കിൽ ആയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ കറണ്ട് ഒഴുകുകയും ആ കറണ്ട് ഫലമായിട്ട് കളക്ടറും എമിറ്ററും തമ്മിൽ സ്വിച്ചിങ് സംഭവിക്കുകയും ചെയ്യും. എങ്ങനെയാണ് ഈ ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യുന്നത്? NPN ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യുന്നത്. പോസിറ്റീവ് PNP ടൈപ്പ് ട്രാൻസിസ്റ്റർ ആണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതെങ്കിൽ PNP യുടെ പ്രത്യേകത പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് ആണ്. ഇതിന്റെ ബേസിലേക്ക് നമ്മൾ കൊടുക്കേണ്ടത് എന്താണ്? ഒരു നെഗറ്റീവ് ആണ് കൊടുക്കുന്നത്. നെഗറ്റീവ് ഗ്രൗണ്ട് സർക്യൂട്ട് ആണ് ഇതിലെ ബേസിലേക്ക് കൊടുക്കേണ്ടത്. ഇവിടെ സംഭവിക്കുന്നത് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നേരത്തെ NPNൽ കളക്ടർ എമിറ്റർ, മുകളിൽ കളക്ടറും ഇവിടെ എമിറ്റർ ആണെങ്കിൽ ഇവിടെ വ്യത്യാസം, ഇവിടെ എമിറ്ററും ഇവിടെ കളക്ടറും ആണ്. അപ്പോൾ ഈ ആരോ മാർക്ക് കാണിക്കുന്നതനുസരിച്ച് കറണ്ടിന്റെ ഫ്ലോ ഉള്ളിലേക്കാണ് വരുന്നത്. ഓക്കെ, ഇവിടെ ഈ ബേസിൽ നമ്മൾ ഒരു ഗ്രൗണ്ട് സർക്യൂട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൂടെ വരുന്ന വോൾട്ടേജ് ഇതിലൂടെ കയറി ബേസിലൂടെ കംപ്ലീറ്റ് ആവും. അങ്ങനെ ബേസിലൂടെ കംപ്ലീറ്റ് ആവുന്ന സമയത്ത് അഗൈൻ ഇവിടെ വളരെ കുറഞ്ഞ കറണ്ട് ഒഴുകേണ്ട ആവശ്യമുള്ളൂ, വളരെ തുച്ഛമായ കറണ്ടേ ഒഴുകുള്ളൂ. ഈ കറണ്ട് ഒഴുകുന്ന ഫലമായിട്ട് എന്ത് സംഭവിക്കും? എമിറ്ററും കളക്ടറും തമ്മിൽ കണക്ട് ആവുകയും ഇവിടെ നിൽക്കുന്ന 12 വോൾട്ടേജ് സപ്ലൈ എമിറ്ററിലൂടെ കളക്ടർ വഴി ലോഡിലൂടെ ഗ്രൗണ്ട് ആവുകയും ലോഡ് വർക്ക് ചെയ്യുകയും ചെയ്യും. ഇതാണ് വ്യത്യാസം. അപ്പം ഇത് പോസിറ്റീവ് സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്, ലോഡിന് മുൻപാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇത് ലോഡിന് ശേഷമാണ് കൊടുത്തിരിക്കുന്നത്, നെഗറ്റീവ് സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് മെയിൻ ആയിട്ടുള്ള ഓപ്പറേഷനുള്ള വ്യത്യാസം. ബേസിക് ഓപ്പറേഷൻ സെയിം ആണ്. വ്യത്യാസങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് NPNൽ ഇതിന്റെ ബേസിലേക്ക് കൊടുക്കുന്നത് പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ നെഗറ്റീവ് ആണ് കൊടുക്കേണ്ടത്. അറിഞ്ഞിരിക്കേണ്ട കാര്യം ഈ ബേസിലൂടെ ഒഴുകുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ മില്ലി ആംപിയറോ മൈക്രോ ആംപിയർ കറണ്ട് മാത്രമേ ആവശ്യമുള്ളതിന് വേണ്ടി സ്വിച്ച് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതാണ് സ്വിച്ച് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു അവസ്ഥ. ഇനി ഈ ബേസിലേക്ക് ഒഴുകുന്ന കറണ്ടിന്റെ അളവ് കൂടുന്നതനുസരിച്ച് ഒരുപാട് നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കില്ല. ആ കൊടുത്തിരിക്കുന്ന ആ ബേസിലേക്ക് കൊടുക്കുന്ന കറണ്ടിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? ഇതിലൂടെ ഒഴുകുന്ന കറണ്ടിന്റെ അളവും കൂടും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ആംപ്ലിഫയർ ആയിട്ടും ഉപയോഗിക്കാമെന്ന് പറയുന്നത്. അപ്പം ബേസ് കറണ്ട് കൂടുന്നതനുസരിച്ച് നമ്മൾക്ക് ഇത് ഒരു ആംപ്ലിഫയർ ആയിട്ടും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ബേസ് കറണ്ട് കൂടുമ്പോൾ ഇതിലൂടെ ഒഴുകുന്ന എമിറ്റർ കളക്ടറിലൂടെ ഒഴുകുന്ന കറണ്ടിന്റെ അളവ് കൂടുകയും അപ്പോൾ എന്താവും? അതിന്റെ സ്പീഡ് ആണെങ്കിൽ, അത് മോട്ടർ ആണെങ്കിലും സ്പീഡ് ആണെങ്കിലോ ലൈറ്റ് ആണെങ്കിലോ എന്താണോ ആ ഫംഗ്ഷൻ ചെയ്യുന്നത് അതിലേക്ക് ഒഴുകുന്ന കറണ്ടിന്റെ അളവ് കൂടുന്നതുകൊണ്ട് അതിന് നമ്മൾക്ക് ഈ സംഭവത്തെയാണ് നമ്മൾ ആംപ്ലിഫിക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ഒരു ട്രാൻസിസ്റ്ററിനെ ഒരു സ്വിച്ച് ആയിട്ടും ഒരു ആംപ്ലിഫയർ ആയിട്ടും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ BJT ട്രാൻസിസ്റ്ററുടെ ഫംഗ്ഷൻ ആൻഡ് ഓപ്പറേഷൻ. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റുമായി വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.